എവരിവൺ, എല്ലാവർക്കും മിസ് വ്ലോഗ്സിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്തത് എക്സാക്ട്ലി ഞാനും ഇങ്ങനെ ആലോചിക്കായിരുന്നു വീഡിയോ എടുക്കുന്നതിന് മുന്നേ. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷമായിട്ടോ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഫേസ് ഒക്കെ കാണിച്ചൊരു വീഡിയോ എടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ലാസ്റ്റ് ഡിസംബറിലാണ്. അന്ന് ഞാൻ കുറേ ബ്രേക്കിന് ശേഷമായിരുന്നു ഒരു വീഡിയോ എടുത്തത്. ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 year ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഡിസംബർ അല്ലേ, എന്തായാലും 1 year ആയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് മുടക്കൊക്കെ ഇങ്ങനെ വേറെ കുറച്ച് വീഡിയോസും ഷോർട്സ് ഒക്കെ അല്ലാണ്ട് നമ്മളിങ്ങനെ വന്നിരിക്കുന്നത് 1 yearന് ശേഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ് ഒക്കെ തരാൻ വേണ്ടിയാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു ബിഗ് അപ്ഡേറ്റ് തന്നെ നടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരായിരുന്നത് ഇപ്പോൾ 3ാമത് ഒരാൾ കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇത്രയും ഒരു വലിയൊരു ഗ്യാപ്പ് എടുക്കാനുണ്ടായ കാരണം കേട്ടോ. അപ്പോൾ ആളിവിടെ സൈഡിൽ നൈസായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ആ ഒരു സമയം നോക്കി വീഡിയോ എടുത്തതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒട്ടും ടൈം കിട്ടിയില്ല. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പോയിട്ടാണ് ഈ ഒരു വർഷത്തെ ഗ്യാപ്പ് വന്നത്. മെറ്റേണിറ്റി ആ ഒരു പീരീഡിൽ എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം യൂട്യൂബിൽ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോസ് എടുക്കുന്നത് നമുക്കൊരു സന്തോഷമില്ല. അപ്പോൾ ഒന്നും നടന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ചെറിയ മടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ കുറേ ബ്രേക്ക് എടുത്ത് പോയി. ഇനിയും തുടങ്ങിയില്ലെങ്കിൽ ഞാൻ യൂട്യൂബെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ തുടങ്ങുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര മടിയാണ്. ഇപ്പോൾ ഈ ലോങ് ഗ്യാപ്പ് വന്നതിന് ശേഷം വീഡിയോ ചെയ്യാനേ മടിയാണ്. പിന്നെ കണ്ടന്റ് ആസ് യൂഷ്വൽ ക്ഷാമം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ കുറേ പേര് നമ്മുടെ ഇങ്ങനെ വീട് സെർച്ച് ചെയ്യുന്നവരും ബാംഗ്ലൂരിനെ പറ്റി സെർച്ച് ചെയ്യുന്നവരും ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പം ഈ ഒരു ടൈം പീരീഡിൽ എനിക്ക് എത്രത്തോളം അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ചിലപ്പം ഈ ഒരു എൻ്റെയും കൊച്ചിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ആയിരിക്കും ഞാൻ ചിലപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. പക്ഷെ മറ്റേത് കിട്ടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വീഡിയോ എന്ന് വരുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. തുടർന്നുകൊണ്ടും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ പറയാം, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഇഷ്ടമില്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. അപ്പം ഇത് ഞാൻ എൻ്റെ ഒരു കുറച്ചൊരു സ്റ്റോറി പോലെ, ഒരു ഡെലിവറി മെറ്റേണിറ്റി ആ പീരീഡിലെ ഒരു സ്റ്റോറി പോലെ അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അവളെന്നേ പറഞ്ഞിട്ടുള്ളൂ, എന്താണ് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. അപ്പം നമുക്കൊരു മോളാണ് ഉണ്ടായത്. ഓഗസ്റ്റ് 29th 2023 അവൾ ഉണ്ടായത് കേട്ടോ. അപ്പം ഇപ്പം 3 മാസം കഴിഞ്ഞു. അപ്പം അവൾ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിന് മുന്നേ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ എസ്ഐക്ക് വേണ്ടി ഞാൻ എസ്ഐനോട് പറയുന്ന രീതിയിൽ ഞാനിപ്പോൾ പറയുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞത് ജാനുവരിയിലായിരുന്നു. അപ്പം ജാനുവരി ഇപ്പം ഇത് നെക്സ്റ്റ് ഡിസംബർ ആയിരുന്നു. അപ്പോൾ ജാനുവരി തൊട്ടുള്ള എൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഒരു വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ്. പിന്നെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, നാട്ടിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിന് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു വർഷം എന്ന് പറഞ്ഞ് കടന്നുപോയത്. അപ്പം മോളുടെ പേരെന്ന് പറയുന്നത്, മോൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്, എസാം മറിയം ക്ലിൻ്റൺ ആണ് പേരിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മോളെ കാണിച്ചു തരാം. അപ്പം എസ്ഐക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം നമ്മുടെ ചാനലിലേക്ക് എസ്ഐനെ ഞാൻ എന്തായാലും വെൽക്കം ചെയ്യണം കേട്ടോ. അപ്പം എസ്ഐനെ ഒന്ന് എല്ലാവരും കണ്ടിട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ എസ്ഐക്ക് വേണ്ടി എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എക്സ്പീരിയൻസസ് ഒക്കെ ഞാൻ ഇനി വരും വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല ഇതൊക്കെ കേൾക്കാൻ കേട്ടോ. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊക്കെ എസ്ഐക്ക് ഒരു മെമ്മറി ആയിട്ട്, എനിക്കൊരു മെമ്മറി ആയിട്ട്, ഞങ്ങൾക്കൊരു മെമ്മറി ആയിട്ട് ഇതൊക്കെ യൂട്യൂബിൽ കിടക്കണം എന്നൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.